ഇയാൾക്ക് എന്തോ കോളനി എന്ന് പറയുമ്പോൾ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള തോന്നലുണ്ടാവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യഘട്ടം നിലയ്ക്കാണ് ഇതിങ്ങനെ വ്യാപകമായിട്ട് ഞാൻ പ്രചരണം നടത്തി. ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകുന്നതിന് മുമ്പെങ്കിലും അത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുണ്ടായി. നമ്മളെപ്പോലെയുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോഴും ഇടതുപക്ഷത്തിന് വ്യക്തതയുണ്ട്. ഇടതുപക്ഷം അതിനെ നയിക്കാനുള്ള ശേഷി ഇന്ത്യയിലില്ല. പക്ഷേ പറയാതിരിക്കുക എന്നുള്ളതല്ല, ചെറിയ ശക്തിയാണെങ്കിൽ അത് പറയുക. നമ്മുടെ രാജ്യം നേരിടുന്ന ആപത്തിനെതിരായിക്കൊണ്ട് ശബ്ദിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശക്തമായി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിനർത്ഥം ദേശീയ തലത്തിൽ അങ്ങോട്ട് മാറുക എന്നുള്ളതല്ല. ഇവിടെയും നമ്മുടെ പ്രവർത്തന മേഖലയാണ്. നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖല പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രവർത്തനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും അവിടെ പാർലമെൻറ്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം. ഭാവിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്തത്. ആ തീരുമാനത്തിൽ ഒരു സുപ്രഭാതത്തിലെത്തിയില്ല, രാജിവെക്കുന്ന ദിവസം എത്തിയ ഒരു ചിന്തയല്ല. ഇത് ചെറുപ്പം മുതൽക്കുള്ള ചിന്തയാണ്. അതായത് പിന്നെ എൻ്റെ അച്ഛമ്മ ഒരു കുറച്ചും കൂടി ലിബറലായിട്ട് ചിന്തിക്കുന്നൊരു ആളായിരുന്നു. നിരക്ഷരയായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ ആദ്യമായിട്ട് ഈ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ പങ്കെടുത്താണ്. ആ സമരത്തിലൊക്കെ പങ്കെടുത്താണ്. അന്ന് കൃഷിഭൂമി കൃഷിക്കാരനെന്ന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അവർ വൈകുന്നേരം വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ ചുറ്റും ഇരുന്ന് നാളെ വിളിക്കേണ്ട മുദ്രാവാക്യം ഇന്ന് കാണാപ്പാടം പഠിക്കുമായിരുന്നു. അങ്ങനെ കൃഷിഭൂമി കൃഷിക്കാരനെ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുമായിരുന്നു. അപ്പോൾ കളിയാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അന്നേ അവർ തീരുമാനിച്ചു, കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അല്ലെങ്കിൽ കുടികിടപ്പവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും മനസ്സിൽ ഉണ്ടായിരുന്നു ഈ ഭൂമിയൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ ആ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊരു വലിയ ആളുകളുടെ പറമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ 2 ഏക്കർ സ്ഥലത്തോ ചേർന്നാണ് അത്. പിന്നെ നിയമം വന്നപ്പോൾ അത് ഉപേക്ഷിച്ച് 10 സെൻറ്റ് സ്ഥലം ആദ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി. അങ്ങനെ മാറി ആ സ്കാറ്റേഡ് ഏരിയയിലേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതന്ന് അച്ഛമ്മ പറയുന്നു സ്കാറ്റേഡ് ഏരിയയ്ക്ക് മാറിയത് കൊണ്ടുണ്ടായ ഗുണങ്ങൾ. അപ്പോൾ അത് ഞാൻ 96 മന്ത്രിയായപ്പോഴും പരമാവധി കോളനിവൽക്കരണത്തിന് ഞാൻ പിന്നെ കോളനികൾ ഇനി സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞു. പുതിയ കോളനികൾ സ്ഥാപിക്കില്ല എന്നുള്ള അന്ന് തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്കാറ്റേഡ് ഏരിയയിൽ സ്ഥലമായി കൊടുക്കണം എന്നുള്ള അത് ഡീസെൻട്രലൈസ് പ്ലാനിങ് നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് സ്കാറ്റേഡ് ഏരിയയിൽ തന്നെ അവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാനുള്ള ഇടപെടലാണ്. പിന്നെ അതിങ്ങനെ നീണ്ടു പോയി. ഈ ഗവൺമെൻറ് വന്നപ്പോഴും നമ്മൾ ആ ചിന്തയിലേക്ക് പോയി. കോളനി സിസ്റ്റത്തിനെതിരായിട്ട് തന്നെ നമുക്ക് നടപടി സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ ചില പെട്ടെന്ന് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും. ഇയാൾക്ക് എന്തോ കോളനി എന്ന് പറയുമ്പോൾ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള തോന്നലുണ്ടാവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യഘട്ടം നിലയ്ക്കാണ് ഇതിങ്ങനെ വ്യാപകമായിട്ട് ഞാൻ പ്രചരണം നടത്തി. അന്ന് മാധ്യമങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. വയനാട്ടിൽ ഒരു കൊല്ലം മുമ്പ് 96 വീടുകൾ ഒരു പ്രദേശത്ത് നമ്മുടെ തദ്ദേശവാസികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ വെച്ച് ഞാനിത് പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞത് ശരിയാണ്, എന്നാൽ നമുക്കിപ്പോൾ തന്നെ ഇതിനൊരു പേരിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഉന്നതി ഗ്രാമം എന്നുള്ള പേരിട്ടത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഐശ്വര്യ. അവിടെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഒരു വോട്ട് മാത്രമാണ് എതിരായിട്ടുണ്ട്. ബാക്കി 99% ആളുകളും അനുകൂലമായിട്ട്. അങ്ങനെ 2 പ്രകൃതി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം, പ്രകൃതി, അത് പേര് വേറെയായിരുന്നു, പ്രകൃതി എന്ന്. അപ്പോൾ അതൊരു പ്രചോദനമായി. അപ്പോൾ ആളുകളിത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ അത് ഇങ്ങനെ പല സ്ഥലത്തും പ്രസംഗിച്ചു. നമ്മൾ ഓരോ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം അവരുടെ പ്രതികരണം
അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനെതിരായിട്ട് എന്ത് ചെയ്താലും രണ്ടഭിപ്രായം ഉണ്ടാവില്ലേ നമ്മുടെ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ല കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ആരാണോ എതിർക്കുന്നത് അവരെ എതിർക്കുന്നത് എന്താണെന്നൊന്നും നോക്കില്ല, എതിർക്കുന്നവരുടെ പക്ഷം പറയാനായിരിക്കും കൂടുതൽ. അപ്പോൾ ഞാനതുകൊണ്ടാണ് എതിർപ്പുകളില്ലാത്ത രീതിയിലേക്ക് ഇത് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകുന്നതിന് മുമ്പെങ്കിലും അത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുണ്ടായി. അപ്പോൾ അങ്ങനെ ആണ് ഇത്. അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. ഞങ്ങളെയൊക്കെ മന്ത്രിയാക്കുന്നത് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചർച്ച ചെയ്തിട്ട് പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ പാർട്ടി അതിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പിന്നെ കേളു എന്ന് പറയുന്ന അത് ആ വിഭാഗത്തുനിന്ന് പാർട്ടിയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. മന്ത്രിസ്ഥാനം തന്നെ അല്ലെങ്കിൽ ആ സഹാവിനെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സംഭാവനയുണ്ടാവും. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഇപ്പോൾ പിന്നെ മന്ത്രിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയാവാനുള്ള ഒരവസരം ഉണ്ടായി. പിന്നെ ഓരോ സാമൂഹിക ഘടകങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും പാർട്ടി അങ്ങനെ തീരുമാനിച്ചത്. പിന്നെ ഈ വകുപ്പ് ഒരു മോശം വകുപ്പാണ് എന്നുള്ളത് തെറ്റായ ധാരണയിൽ നിന്നാണ് പറയുന്നത്. ഞാനത് അന്ന് കേസ് നിങ്ങളുടെ ഇതിൽ പറഞ്ഞു, ഈ വകുപ്പ് ഒരു മോശം വകുപ്പാണ്. അതെന്ന് വെച്ചാൽ മോശം വിഭാഗമാണ് ഈ വിഭാഗം എന്നുള്ള സമൂഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. അതാണ് ഈ പറഞ്ഞല്ലോ, കോളനിക്കാരാണ് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഒരു താഴ്ന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എല്ലാവരുടെയും. അതൊരു പക്ഷേ പട്ടികജാതിക്കാരിലും ഉണ്ടാകാം, പട്ടികവർഗക്കാരിലും ഉണ്ടാകാം. ഈ ഒരു കോംപ്ലക്സ് സൃഷ്ടിച്ചതാണ്. അതായത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥയിലെ ഓരോ മനുഷ്യനെ കൊണ്ടും ചിന്തിപ്പിച്ചു, ഞാനാണ് മേലെ, ഞാനാണ് മേലെ, ഞാനാണ്. അപ്പോൾ എൻ്റെ താഴെ ഒരാൾ വേണം എപ്പോഴും. അതാണ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വരാൻ കാരണം. വ്യത്യസ്ത തട്ടുകളിലേക്ക് ജനങ്ങളെ മാറ്റിയത്. എത്ര ക്ലവറായിട്ടാണ് ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ആളുകൾ അത് ആ സംവിധാനം ഉണ്ടാക്കിയത്. ഇന്നും നമ്മൾ ജാതി ഉപജാതി അതിൻ്റെ പേരിൽ തമ്മിലടിക്കുക മനുഷ്യൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച ഈ ജാതി വ്യവസ്ഥ അതിപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. മനുഷ്യൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് താഴ്ന്നതാണ് എന്നുള്ള ചിന്ത തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്ത വരേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സമൂഹത്തിൽ താഴ്ന്നു കിടക്കുന്ന ആളുകളെ ഉയർത്തുന്നതല്ലേ ഏറ്റവും മഹത്തായ പ്രക്രിയ എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ ചിന്ത. എങ്ങനെ നമ്മളെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നല്ല ജനാധിപത്യവാദിയാണ്, അതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം പോലും നിർബന്ധിതമായി പിരിച്ചുവിടാൻ കാരണങ്ങൾ പലതുണ്ടാവും. ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാക്കുന്ന അന്തരീക്ഷമുണ്ടായി. അവിടെയാണ് അവസാനം CIA അടക്കം ഇടപെട്ടു. അമേരിക്കൻ ചാരസംഘടന അടക്കം നമ്മുടെ വിമോചന സമരത്തിൽ പങ്കെടുത്തു എന്ന് ആ വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് തന്നെ പിന്നീട് പറയേണ്ടി വന്നു. അപ്പോൾ അവർ സമ്പത്ത് കൊടുത്തു, മറ്റേ ഇത് തകർക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് 1957. കാരണം എന്താ വെച്ചാൽ ഈ 57 വന്ന ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഒരുപക്ഷെ അത് ഇന്ത്യയിലെ ജനത മുഴുവൻ മനസ്സിലാക്കി ആ പരിഷ്കാരത്തിന് വേണ്ടി ബാധിക്കുകയും ഒരുപക്ഷെ ഇന്ത്യ തന്നെ ഈ ആ ഭരണം തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ആ ഗവൺമെൻറ്റിനെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ പിരിച്ചുവിട്ടത്. അതായത് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് സാമ്രാജ്യ ശക്തികൾ, മുതലാളിത്ത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തകർക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് വേണ്ടത്? അപ്പോൾ പുതിയ തലമുറയെ അതിനു വേണ്ടി പ്രാപ്തമാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 25 കൊല്ലം ഭരിച്ച ത്രിപുരയിൽ 25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ത്രിപുരയും 25 ശേഷമുള്ള ത്രിപുരയും കുറിച്ച് വലിയ മതിപ്പാണ് എല്ലാവരും രേഖപ്പെടുത്തിയത്. 25 വർഷം കൊണ്ട് ത്രിപുര വലിയ രീതിയിൽ വികസിച്ചു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഒരുപാട് ജനത മുന്നോട്ട് വന്നു. പുതിയ തലമുറയോട് പറഞ്ഞു, ഇത് പോരാ, ഐഫോൺ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, സ്മാർട്ട് ഫോൺ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ള പുതിയ തലമുറ ഈ ചരിത്രമൊന്നും അറിയില്ല. നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്തായിരുന്നു, അതെങ്ങനെയാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതുവരെ എത്തിയത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയം എന്നാണ് നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത്. അവിടെ നിന്നാണ് നിങ്ങൾ പടിപടിയായിട്ട് വളർന്നു വന്നത്. ഈ ചരിത്രമൊന്നും ഈ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിഷേധാത്മകമായ സമീപനം പലപ്പോഴും പുതിയ തലമുറയും സ്വീകരിക്കും. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കും സാധിക്കാത്ത ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ ആശയം ഏറ്റവും ഉന്നതമായിട്ടുള്ള ആശയമാണ്. അത് എല്ലാ മനുഷ്യനെയും, എപ്പോഴും മനുഷ്യൻ സെൽഫിഷുകളാണ്. മനുഷ്യനല്ല, എല്ലാ ജീവജാലങ്ങളും സെൽഫിഷുകളാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കെന്ത് കിട്ടി ഇൻഡിവിജ്വലായിട്ട്, ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഈ സമത്വാധിഷ്ഠിതമായിട്ടുള്ള സമൂഹമല്ല വേണ്ട, എനിക്കെന്ത് വേണം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അത് ഒരു ഇൻഡിവിജ്വലായി മാറും. ഓരോരുത്തരും ഇൻഡിവിജ്വലാക്കി മാറ്റുക. അതാണ് ഗ്ലോബലൈസേഷൻ്റെയും അതുപോലെ തന്നെ ഈ ലിബറലൈസേഷൻ്റെയും ഒക്കെ തന്നെ പ്രൈവറ്റൈസേഷൻ്റെ ഒക്കെ ചിന്തകൾ ശക്തമായിട്ട് വന്നത്. അതായത് കേരളത്തിലെ ബേസിക്കായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. എല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വേറെ ചിന്തകളിലേക്ക് പോകും. അപ്പോൾ എല്ലാ ബേസിക് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാണ് ഞാൻ ത്രിപുരയുടെ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പ്രാപ്തമാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഈ പുതിയ കാലഘട്ടത്തിന് ഇത് പോരാ, വേറെ വേണം. പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല 5 കൊല്ലം കൊണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നും ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അതാണ് ഒരു ആശയത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവമായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ ആ ആശയം കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയേണ്ട വിഭാഗവും വലിപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമാണല്ലോ ഈ ലോക്സഭ. അപ്പോൾ ആ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. ലോക്കൽ ബോഡിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ വലിയൊരു ചിന്തയുണ്ട്. അതായത് BJP ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് വലിയ ആപത്താണ്. അപ്പോൾ ആ ആപത്തിനെതിരെ മതനിരപേക്ഷ ശക്തികളെല്ലാം ഒന്നും ചേരണം. അങ്ങനെ പറയുമ്പോഴും ഇടതുപക്ഷത്തിന് വ്യക്തതയുണ്ട്. ഇടതുപക്ഷം അതിനെ നയിക്കാനുള്ള ശേഷി ഇന്ത്യയിലില്ല. പക്ഷേ പറയാതിരിക്കുക എന്നുള്ളതല്ല. ചെറിയ ശക്തിയാണെങ്കിൽ അത് പറയുക. നമ്മുടെ രാജ്യം നേരിടുന്ന ആപത്തിനെതിരായിക്കൊണ്ട് ശബ്ദിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശക്തമായി ഉണ്ടായിരുന്നു. അത് സംശയമില്ലാത്ത കഴിഞ്ഞ 5 വർഷക്കാലവും അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലവും മറ്റേതൊരു പ്രസ്ഥാനം ചെയ്യുന്നതിനേക്കാൾ കരുത്തോടുകൂടി തന്നെ ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോയി. ആ ആശയം സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വലിയ ആശങ്ക പരത്തുന്നത് ഈ ഗവൺമെൻറ് പോകണം എന്നുള്ള ചിന്ത നല്ലപോലെ ഉണ്ടായി. ആ ചിന്ത ഉണ്ടായതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് പോയാൽ പിന്നെ ആര് വരണം, അതിന് ഇടതുപക്ഷം പ്രാപ്തമാണോ എന്നുള്ളതും ചിന്തിച്ചിട്ടുണ്ടാവും. അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രാപ്തമല്ല എന്നുള്ളത് ശരിയാണ്. ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ഇടതുപക്ഷ ശക്തികളുടെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് സംശയമില്ല. അപ്പോൾ ആ ആശയമാണോ കരുത്താവേണ്ടത്, അതോ ഒരു ബദൽ ഗവൺമെൻറ് വരുമ്പോൾ അതിനെ നയിക്കാൻ ഉള്ള ആളുകളാണോ വേണ്ടതെന്നുള്ളൊരു താരതമ്യം ചെയ്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് വരാൻ സാധ്യത, അല്ലെങ്കിൽ ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് വരാനാണ് സാധ്യത എന്നത് സാധാരണ ജനങ്ങൾ ചിന്തിച്ചെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും ആളുകൾ തയ്യാറായില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്.
മറ്റെന്തൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷ ആശയവും അതിൻ്റെ പ്രസ്ഥാനവും ശക്തിപ്പെടണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട് 20 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. 2021 അസംബ്ലിക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ തിരിച്ചടിയെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, BJP വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അവർക്ക് ധാരാളം സമ്പത്തുണ്ട്. ഇത് വെറുതെയല്ല, കോടാനുകോടി രൂപയാണ് ഓരോ സ്ഥലത്തും ഓരോ വിഭാഗത്തെയും മാറ്റിമറിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത്. ഓരോ സ്ഥലത്തും അത് ഒരു കൃത്യത വരും. നമ്മുടെ ഓരോ പ്രദേശത്തും എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി അവർ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറയ്ക്കുക, ശക്തി കുറയ്ക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ബംഗാളിൽ തോറ്റു, അത് കഴിഞ്ഞപ്പോൾ ത്രിപുരയെ തകർക്കുക. ത്രിപുരയും വീണ് കഴിഞ്ഞപ്പോൾ 18 അവരുടെ പ്രഖ്യാപനം ഉണ്ടായത് അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ കേരളമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ കൂടി തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ പ്രതിഷേധിക്കാനോ പറയാനോ ആരും ഉണ്ടാവില്ല. ഇത് ചെറിയ പാർട്ടിയാണെങ്കിൽ അതിന് പേടിക്കുകയാണ്. കാരണം കൃത്യതയോടുകൂടി അവരുടെ ആശയങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ ചെറുതെങ്കിലും അതിൻ്റെ ആശയം വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആശയത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുക എന്നുള്ളത് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ അത് കൃത്യതയോടുകൂടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ജാതി സമുദായ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരുമിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഓരോ വിഭാഗത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവർ മനസ്സിലാക്കി. അത് പല രീതിയിലാണ്. ആ രീതികൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. പല രീതിയിലാണ് ഓരോ വിഭാഗത്തെയും കയ്യിലെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. പിന്നെ വിശ്വാസം ഒരു പ്രധാനമാണല്ലോ മനുഷ്യൻ്റെ. അപ്പോൾ ആ വിശ്വാസത്തെയും അത് കൂട്ടുപിടിക്കാൻ കഴിയും. വിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള, അതായത് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിലേക്കാണ് കൂടുതൽ ആളുകൾ പോകുക. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്നത്തെക്കാൾ കൂടുതൽ അപ്പോൾ ഭയങ്കര സങ്കുചിതമായിട്ട് നമ്മുടെ സമൂഹത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. ജാതി, ഉപജാതി, മതം, വ്യത്യസ്ത മതങ്ങൾ, ഇങ്ങനെ ഓരോ മനുഷ്യനെയും വിഭജിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ് ഇടതുപക്ഷം എന്ന്. മറുഭാഗം പറയുന്നത് എന്താ വെച്ചാൽ ന്യൂനപക്ഷങ്ങളെ തകർക്കുന്ന നിലപാടാണ് LDF സ്വീകരിക്കും. ഇത് രണ്ടും കോൺട്രഡിക്ഷനല്ലേ? ഒരു ഭാഗം പറയുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നു, മറുഭാഗത്ത് പറയുന്നത് എന്താണ്? ന്യൂനപക്ഷങ്ങൾ പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷം. മുന്നോക്കം, പിന്നോക്കം, ജാതി, ഉപജാതി, അങ്ങനെ വിഭജിച്ച് നിർത്തുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇതൊക്കെ. നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയല്ല ഇങ്ങനെ വിഭജിക്കുന്നത്. അവരുടെ വിശ്വാസത്തെ മുതലെടുക്കാൻ വേണ്ടിയാണ് വിഭജിച്ച് നിർത്തുന്നത്. അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയാത്തതിൻ്റെ കുറവും ഉണ്ട്.